ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, വെബ്കോ, VFA എന്നീ ക്ലാസ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 2025 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2025 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക, കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. പരീക്ഷകളൊക്കെ അടുത്ത് വന്നു, അപ്പോൾ ഒട്ടും സമയം കളയാതെ പഠിക്കുക. ഓക്കെ, തുടങ്ങിയാലോ നമുക്ക് ഇന്നത്തെ ക്ലാസ്? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്മുടെ വിഴിഞ്ഞത്ത് എത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് 2025 വിഴിഞ്ഞത്ത് എത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ, വിഴിഞ്ഞം പറയാൻ നമ്മുടെ കണ്ടെയ്നർ തുറമുഖമാണ് അല്ലേ വിഴിഞ്ഞം എന്ന് പറയുന്നത്, തിരുവനന്തപുരത്താണെന്ന് അറിയാം. അപ്പോൾ ഈ വിഴിഞ്ഞത്ത് എത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ഏതാണ്? അത് MSC ഐറീനിയാണ്. ഏതാണ്? MSC ഐറീനിയാണെന്ന് ഓർക്കുക. അപ്പോൾ വിഴിഞ്ഞത്തെത്തിയ 2025 വിഴിഞ്ഞത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പാണ് MSC ഐറീന എന്ന് പറയുന്നത്. ഇനി ഇത് ഓർത്ത് വെച്ചേക്കണം, നമ്മുടെ ആദ്യമായിട്ട്, അതായത് വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? ഷെൻഹുവ 15 ആണ് അല്ലെ, ഷെൻഹുവ 15 ആണ്. എന്നാൽ ആദ്യ കണ്ടെയ്നർ ഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാലോ, സാൻ ഫെർണാണ്ടോ ആണ് അല്ലെ, സാൻ ഫെർണാണ്ടോ ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാൻ. 2025 വിഴിഞ്ഞത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പാണ് MSC ഐറീന എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഷെൻഹുവ 15ഉം ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏത് റൂട്ടിലാണ്? ലക്നൗ ടു മുംബൈ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ലക്നൗ ടു മുംബൈ ആണെന്ന് ഓർക്കുക. അടുത്തത് 2025 മധ്യപ്രദേശിലെ ആദ്യത്തെ മെട്രോ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരായിരിക്കും? നരേന്ദ്രമോദിയാണ് അല്ലെ. മധ്യപ്രദേശിലെ ആദ്യത്തെ മെട്രോ പ്രോജക്റ്റ്, അത് ഇൻഡോറിലാണ് കേട്ടോ, ഇൻഡോറിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ്. അടുത്ത നോക്കിക്കേ. റഷ്യയിലെ വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം അറിയപ്പെട്ട പേരെന്താ? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. എന്താണ്? റഷ്യയിലെ വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന് പറഞ്ഞാൽ റഷ്യയിലെ വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ നടത്തിയിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിക്കേ. ഒരു ഉത്സവമാണ് പോസൺ പോയ ബുദ്ധിസ്റ്റ് ഉത്സവം. എന്താണ് ഉത്സവത്തിന്റെ പേരെന്താ? പോസൺ പോയ ബുദ്ധിസ്റ്റ് ഉത്സവം. നടന്ന രാജ്യമാണ് ശ്രീലങ്ക. നമ്മുടെ ശ്രീലങ്കയിൽ നടക്കുന്ന ഉത്സവമാണ് പോസൺ പോയ ബുദ്ധിസ്റ്റ് ഉത്സവം. നടന്നത് എവിടെയാണ്? ശ്രീലങ്കയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ജൂൺ 5. എന്താണ് ജൂൺ 5 പ്രത്യേകത? ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5-ലാണ് അല്ലെ. അപ്പൊ 2025 ജൂൺ 5, അതായത് ലോക പരിസ്ഥിതി ദിനാചരണം നടന്നത് എവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ പരിസ്ഥിതി ദിനാചരണത്തിന് ആദ്യതം വെച്ച രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ ആണ് അല്ലെ. ദക്ഷിണ കൊറിയ ഇമ്പോർട്ടന്റ് ആണ്, ദക്ഷിണ കൊറിയ ആണ്. അപ്പോൾ പ്രമേയം കൂടെ അറിയണ്ടേ നമ്മള്? 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് 2025 ജൂണിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രമേയം. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ജൂൺ 7. എന്താണ് ജൂൺ 7 പ്രത്യേകത? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ് അല്ലെ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 7-ആണ്. 2025 പ്രമേയമാണ് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. എന്താണ്? ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് 2025 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം. അപ്പൊ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 7-നാണ്. എന്തായിരുന്നു 2025 പ്രമേയം? ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തതും ഒരു ഡേ ആണ്, ജൂൺ 8. എന്താണ് ജൂൺ 8? നമുക്കറിയാം ലോക സമുദ്ര ദിനമാണ് അല്ലെ. ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 8-ആണ്. 2025 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയമാണ് സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ്. എന്താണ്? സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ് എന്നുള്ളതാണ് 2025 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം. അപ്പം ജൂൺ 8 എന്ന് പറയുന്നത് ലോക സമുദ്ര ദിനമാണ്. പ്രമേയം ഓർത്തു വെച്ചേക്കുക. അടുത്തതും ഒരു ഡേ ആണ്, ജൂൺ 12. എന്താണ് ജൂൺ 12? ലോക ബാലവേല വിരുദ്ധ ദിനമാണ് അല്ലെ. ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 12-നാണ്. അപ്പോൾ 2025 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദേർ ഈസ് മോർ ടു ഡു. എന്താണ്? പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദേർ ഈസ് മോർ ടു ഡു എന്നുള്ളതാണ് 2025 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതും ഒരു ഡേ ആണ്, ജൂൺ 14. ലോക രക്തദാന ദിനമാണ്. ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 14-നാണ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമ്മളിപ്പോ എത്ര ഡേ പഠിച്ചു?
എത്ര ഡേ പഠിച്ചു? ജൂൺ 5 പഠിച്ചു അല്ലെ, ജൂൺ 7 പഠിച്ചു, ജൂൺ 8 പഠിച്ചു, ജൂൺ 12 പഠിച്ചു. ഓക്കെ, 4 ഡേയ്സ് പഠിച്ചു കേട്ടോ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്, ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ്, ജൂൺ 8 ലോക സമുദ്ര ദിനമാണ്, ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. ഓക്കെ അല്ലേ? പിന്നെ ലോക രക്തദാന ദിനം പറഞ്ഞില്ലല്ലോ, ജൂൺ 14. ഓക്കെ, 5 ഡേയ്സ് പഠിച്ചിട്ടുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ രാത്രിയിലുള്ള ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾ നിരോധിച്ച സംസ്ഥാനം എന്താണ്? അടുത്തിടെ രാത്രിയിലുള്ള ഓൺലൈൻ റിയൽ മണി ഗെയിം ഉണ്ട്, അത് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? ഒത്തിരി ഗെയിമുകൾ ഉണ്ടല്ലോ, അങ്ങനെ നിരോധിച്ചു. ആരാണ്? തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ്. അടുത്തിടെ രാത്രിയിലുള്ള ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾ നിരോധിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുടെ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന രാജ്യമാണ് നോർവേ. ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിന് സഹായിച്ച രാജ്യം ഏതാണ്? നോർവേ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ സർക്കാർ പുറത്തിറക്കിയ എന്താണ്? മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ പേരെന്താണ്? അതിലെ സർക്കാർ പുറത്തിറക്കിയ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ഏതാണെന്ന് ചോദിച്ചത് ഭാരത് ജെൻ ആണ്. ഏതാണ്? ഭാരത് ജെൻ ആണ്. അടുത്തത് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കൊക്കോ ഗൗഫ് ആണ് കേട്ടോ, കൊക്കോ ഗൗഫ് ആണ്. അപ്പൊ അമേരിക്കക്കാരിയായിട്ടുള്ള കൊക്കോ ഗൗഫ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കറിയാം ആക്സിയം മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ പോയത് അല്ലെ, നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ആ ആക്സിയം മിഷന്റെ ഭാഗമായിട്ട് ഒരു പാവയും കൂടി കൊണ്ടുപോയായിരുന്നു അല്ലെ ബഹിരാകാശത്തേക്ക്. ആ പാവയുടെ പേരെന്തായിരുന്നു? ജോയ്. എന്താണ് ആ പാവയുടെ പേര്? ജോയ്. ഓക്കെ, അപ്പൊ ആക്സിയം മിഷന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തിൽ പോയ പാവ ഏതായിരുന്നു? ജോയ്. ജോയ്, മറക്കരുത്, ജോയ് എന്നാണ് പേര്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചേ? വിഴിഞ്ഞത്തെത്തുന്ന, അതായത് 2025 വിഴിഞ്ഞത്തെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പാണ് ഏത്? MSC ഐറീന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഷെൻഹുവ 15 എന്ന് പറയുന്നത്? ആദ്യത്തെ കപ്പലാണ്, വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവ 15. അപ്പൊ എന്താണ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നത്? ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ലക്നൗ ടു മുംബൈ ആണ്. ദെൻ 2025 മധ്യപ്രദേശിലെ ആദ്യത്തെ മെട്രോ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണെന്ന് ഓർക്കുക. റഷ്യയിലെ വ്യോമത്താവളത്തിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്നാണ്. പോസൺ പോയ ബുദ്ധിസ്റ്റ് ഉത്സവം നടന്ന രാജ്യമാണ് ശ്രീലങ്ക എന്ന് ഓർക്കുക. ഇത് നമ്മൾ കുറെ ഡേയ്സ് പഠിച്ചു അല്ലെ. ജൂൺ 5 എന്താണ്? ലോക പരിസ്ഥിതി ദിനാചരണം നടന്നത് അല്ലെ. പരിസ്ഥിതി ദിനാചരണമാണ് ജൂൺ 5-ന്. അതിന്റെ ആദ്യം വഹിച്ച രാജ്യം ദക്ഷിണ കൊറിയയാണ്. എന്തായിരുന്നു 2025 പ്രമേയം? ബീറ്റിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് അല്ലെ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. അതിന് ജൂൺ 7 ആണ് പഠിച്ചത്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ്. ദെൻ ജൂൺ 8 പഠിച്ചു. ലോക സമുദ്ര ദിനമാണ്. 2025 ലോക സമുദ്ര ദിന പ്രമേയമാണ് സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ് എന്നുള്ളത്. ദെൻ ജൂൺ 12 എന്താ? ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദേർ ഈസ് മോർ ടു ഡു എന്നുള്ളതാണ് 2025 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ദെൻ ജൂൺ 14 ലോക രക്തദാന ദിനമാണ് അല്ലെ. ദെൻ അടുത്തിടെ രാത്രിയിലുള്ള ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾ നിരോധിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ പോളാർ റിസർച്ച് വെസൽ നിർമ്മിക്കുന്നതിന് സഹായിച്ച രാജ്യമാണ് നോർവേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തിടെ സർക്കാർ പുറത്തിറക്കിയ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ പേരെന്താ? ഭാരത് ജെൻ എന്നാണ്. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കൊക്കോ ഗൗഫ് ആണ്. ആക്സിയം മിഷന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തേക്ക് പോയ പാവയുടെ പേരെന്താ? ജോയ് എന്നാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ആയാൽ നിങ്ങൾക്കും പാടായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എപ്പോഴും ഞാൻ പറയുന്ന ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഇൻസെന്താ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കത്തില്ലേ? അപ്പോൾ പരീക്ഷകൾ ഓരോ ദിവസവും അല്ലേ പെട്ടെന്ന് കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ജോലി എന്നൊരു സ്വപ്നം ഉണ്ട്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് തന്നെ പരിശ്രമിക്കുക, സ്മാർട്ട് സ്റ്റഡി തന്നെ നടത്തുക. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.